സ്നേഹമുള്ളവരെ, നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ ഗ്രിഗറി പിതാവ് രാജകോട്ട് രൂപതയുടെ മുൻ അധ്യക്ഷനായിരുന്നു. 27 കൊല്ലം രൂപതയെ ഭരിച്ച് അതിനുശേഷം 16 കൊല്ലം വിശ്രമ ജീവിതത്തിലായിരുന്ന പിതാവ് നമ്മെ വിട്ടുപോയിരിക്കുകയാണ്. രാജകോട്ട് രൂപത ഇന്നത്തെ നിലയിലെത്താൻ അതിന് അടിസ്ഥാനമിട്ടത് പിതാവാണ്. അനേകം സ്ഥാപനങ്ങളും അതിലേറെ വളരെയധികം പ്രവർത്തനങ്ങളും പിതാവിന്റെ നേതൃത്വത്തിൽ നടന്നു. രാജകോട്ട് രൂപതയെ ആധ്യാത്മികം വളർത്തുവാൻ വേണ്ടി പള്ളികൾ, പ്രത്യേകിച്ച് പ്രേം മന്ദിർ എന്ന കത്തീഡ്രൽ ദേവാലയവും, അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് അനേകം സ്കൂളുകളും 3 കോളേജുകളും ക്രൈസ്റ്റ് കോളേജ് ഉൾപ്പെടെ പിതാവ് സ്ഥാപിച്ചു. രോഗികളെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ഡിസ്പെൻസറികളും അതുപോലെ തന്നെ ക്രൈസ്റ്റ് ഹോസ്പിറ്റലും രാജകോട്ട് സ്ഥാപിച്ചുകൊണ്ട് അവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പതിച്ചു. 2 സന്യാസ സഭകൾ സ്ഥാപിച്ചു. 2 ജേർണലുകൾ ഇവിടെ നിന്നും പ്രസിദ്ധീകരിച്ചു. അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി അനേകം സോഷ്യൽ വർക്ക് സെന്റേഴ്സും, മീൽസ് ഓൺ വീൽസ് എന്ന് പറഞ്ഞ് കിടപ്പ് രോഗികൾക്ക് ദിവസവും ടിഫിൻ കൊണ്ടുപോയി കൊടുക്കുന്ന ആ കാര്യങ്ങളും പിതാവിന്റെ നേതൃത്വത്തിൽ തുടങ്ങി ഇപ്പോൾ തുടരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പിതാവ് എല്ലാ കാര്യങ്ങളിലും 2 മാസികകൾ, 2 ജേർണൽസ്, ക്വാർട്ടർലി ജേർണൽസ് തുടങ്ങിയിട്ടുണ്ട്. പിതാവിന്റെ കാലത്ത് പിതാവിന്റെ ശിക്ഷണത്തില് 14 കൊല്ലം ഒന്നിച്ച് ജീവിക്കുവാൻ എനിക്ക് ഇടയായി. ഒത്തിരി കാര്യങ്ങൾ പിതാവിൽ നിന്നും പഠിച്ചു. പിതാവിന്റെ പിൻഗാമിയായിട്ട് വരുവാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിതാവ് സീറോ മലബാർ സഭയ്ക്ക് അനേകം സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. പുറമേയുള്ള രൂപതകള്, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പിലെ UK-യിലുള്ള രൂപത, ഇതൊക്കെ സ്ഥാപിക്കുവാനായിട്ട് പിതാവിന്റെ അവിടുത്തെ വിസിറ്റേഷൻ, അപ്പസ്റ്റോളിക് വിസിറ്റേറ്റർ ആയിട്ടുള്ള വിസിറ്റേഷൻസ് ആണ് വളരെയധികം ഇടയാക്കിയിട്ടുള്ളത്. അങ്ങനെ എല്ലാ തലത്തിലും രാജകോട്ട് രൂപതയ്ക്കും സീറോ മലബാർ സഭയ്ക്കും ആഗോള സഭയ്ക്കും വളരെയധികം സേവനം ചെയ്തതിനു ശേഷമാണ് പിതാവ് നമ്മെ നിന്നും കടന്നുപോയിരിക്കുന്നത്. പിതാവിന്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ആത്മാവിന് നിത്യാശ്വാസം നൽകട്ടെ, നമ്മെ അനുഗ്രഹിക്കട്ടെ.